ഹായ് ഓൾ. ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ട് ADHD കുറിച്ചിട്ടുള്ള ഏകദേശം 6 വീഡിയോസും അതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ള കുറച്ച് ഷോർട്സുകളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പേരിട്ട സമയത്ത് ഞാനിട്ടത് ദ റെസ്ലെസ് മല്ലു എന്നാണ്. റെസ്ലെസ്നെസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ADHD ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. റെസ്ലെസ്നെസ് എന്നുള്ളത് ADHDയുടെ ഒരു സിംറ്റമാണ്. എന്താണ് റെസ്ലെസ്നെസ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. ഞാൻ നേരത്തെ എൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ADHD എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്ന് പറയുന്നതിന് പകരം ഡോപ്പമിൻ ഡെഫിഷ്യൻസി ഡിസോർഡർ എന്ന് പറയുന്നതാണ് കുറച്ചും കൂടി എളുപ്പം അതിനെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ എന്നൊരു കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ റെസ്റ്റ്ലെസ്നെസ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതേ കാര്യത്തിലേക്ക് തന്നെ വരാം. ഒരു വ്യക്തിയുടെ ബ്രെയിനിൽ അയാൾക്ക് മോട്ടിവേഷൻ, സന്തോഷം, ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ തരുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് അയാളുടെ ഡോപ്പമിൻ, നോറെപ്പിനെഫ്രിൻ ഇതുപോലെയുള്ള ഹോർമോൺസിൻ്റെ സെക്രീഷനായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ മോട്ടിവേറ്റഡ് ആവുന്നതും നമ്മുടെ ഇമോഷൻസ് റെഗുലേറ്റഡ് ആവുന്നതും അതുപോലെ അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള വേണ്ട നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, നമ്മുടെ ഹാപ്പി ആവുന്നതും എല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഈ ഡോപ്പമിൻ സെക്രീഷൻ റെഗുലേറ്റഡ് അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഒബ്വിയസ്ലി നമ്മുടെ മോട്ടിവേഷൻസിൽ അല്ലെങ്കിൽ ഇമ്പൾസിൽ, നമ്മുടെ ഡെയിലി ലൈഫിലുള്ള കാര്യങ്ങളിൽ ആ ഒരു ഇറഗുലാരിറ്റി, ഇമ്പൾസ് റെഗുലേഷനിലൊക്കെ നമുക്ക് പ്രശ്നങ്ങൾ കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ പ്രീഫ്രണ്ടൽ കോർട്ടക്സ് ആണ് ഈ ഒരു കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതിൽ മുന്നിൽ നിൽക്കുന്നത്. ആൻഡ് പ്രീഫ്രണ്ടൽ കോർട്ടക്സ് എന്ന് പറയുന്നത് കുറച്ച് അണ്ടർ ആക്റ്റീവ് ആണ് ADHD ഉള്ള ആളുകളിൽ. ഒബ്വിയസ്ലി ഈ പറഞ്ഞ വ്യക്തിക്ക് അല്ലെങ്കിൽ ADHD ഉള്ള ഒരു വ്യക്തിക്ക് അയാൾക്ക് വേണ്ട തരത്തിലുള്ളൊരു മോട്ടിവേഷൻ കിട്ടാതെ പോകുന്നു. ഇമ്പൾസ് റെഗുലേഷൻ എന്ന് പറയുന്നത് ഭയങ്കര പുവറായിട്ട് നിൽക്കുന്നു. ഒരു വ്യക്തിയുടെ ബോൾഡം ത്രഷോൾഡ് എന്ന് പറയുന്നത്, അതായത് ഇപ്പം ഒരു കാര്യം ചെയ്തു തുടങ്ങുകയാണെങ്കിൽ നിങ്ങളൊരു 10 കാര്യം ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ബോറടിക്കുന്നതെങ്കിൽ ഒരു ADHD ഉള്ള അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു കണ്ടീഷനുള്ള ഒരു ആളെ സംബന്ധിച്ചിടത്തോളം 2 കാര്യം ചെയ്യുമ്പോഴത്തേക്ക് തന്നെ അയാൾ ബോറടിച്ച് തുടങ്ങും. ഇങ്ങനെയുള്ള സിറ്റുവേഷനെ കോപ്പപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രെയിൻ തന്നെ ചെയ്യുന്ന ചില നുണുക്ക് വിദ്യകൾ എന്ന് നമ്മൾ പറയില്ല, ചില പൊടിക്കൈകളാണ് ഒരു വ്യക്തിക്ക് റെസ്റ്റ്ലെസ്നെസ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഈ ഡോപ്പമിൻ ഡെഫിഷ്യൻസി ഉണ്ടാകുന്ന സമയത്ത് സംഭവം ഡോപ്പമിൻ സെക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡോപ്പമിൻ റിലീസസ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് സ്റ്റിമുലേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ബോഡി എന്തെങ്കിലും ഫിസിക്കലായിട്ടുള്ള മൂവ്മെൻറ്റ് നടത്തുക, കൈ ഇങ്ങനെ വിറപ്പിച്ചുകൊണ്ടിരിക്കുക, കാല് വിറപ്പിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ മെൻ്റലായിട്ടുള്ള എന്തെങ്കിലും തോട്ട്സിലേക്കൊക്കെ നമ്മളെ ഡൈവ് ഇൻ ചെയ്യിപ്പിക്കുക. അപ്പോൾ കൂടുതൽ തോട്ട്സ് വരുന്ന സമയത്ത് ഡോപ്പമിൻ്റെ ഒരു സെക്രീഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ബ്രെയിനിൻ്റെ ചില ശ്രമങ്ങളുണ്ട്. അങ്ങനെയുള്ള കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ബ്രെയിനിൻ്റെ ഡെസ്പറേറ്റ് ആയിട്ടുള്ള ശ്രമങ്ങളാണ് ADHD ഉള്ള അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു കണ്ടീഷനുള്ള വ്യക്തിക്ക് റെസ്റ്റ്ലെസ്നെസ് എന്ന് പറയുന്ന സംഭവം ഉണ്ടാക്കുന്നത്. എന്താണ് റെസ്റ്റ്ലെസ്നെസ്? കണ്ടിന്യൂസ് ആയിട്ട്, കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു ഇൻറ്റേർണൽ അണീസിനെസ് എന്നുള്ളത്, നമുക്കൊരു ഈസി അല്ലാതെ ഓരോ സെക്കൻഡും കടന്നു പോകാൻ അല്ലെങ്കിൽ ഓരോ നിമിഷവും കടന്നു പോകാൻ കുറച്ച് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യിക്കുന്ന ഒരു സിറ്റുവേഷൻ, അത് കണ്ടിന്യൂസും കൺസിസ്റ്റൻറ്റും ആയിട്ട് നിലനിൽക്കുക. ഇപ്പം ഇനി അടുത്ത് എന്താ ഞാൻ ചെയ്യേണ്ടത്, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, ഇങ്ങനെയുള്ള ഒരു തോട്ടിൽ കൂടെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇതാണ് റെസ്റ്റ്ലെസ്നെസ്. അത് ചിലപ്പം എക്സ്പ്രസ് ചെയ്യുന്നത് ഫിസിക്കലായിട്ടുള്ള മീൻസ് വഴിയായിരിക്കും. ഇപ്പം നിങ്ങൾ കാല് വിറപ്പിച്ചുകൊണ്ടിരിക്കുക, കൈ വിറപ്പിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ശരീരത്തിൽ തൊട്ടും പിടിച്ചിരിക്കുക, അപ്പം ചുണ്ടിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ചെവിയിൽ എന്തെങ്കിലും മൂക്കി പിടിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു ആക്ടിവിറ്റി ആയിട്ട് ഇങ്ങനെ എൻഗേജ്ഡ് ആയിട്ടിരിക്കുക. അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലുമൊക്കെ തോട്ട്സിൽ, മെൻ്റൽ റെസ്റ്റ്ലെസ്നെസ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ തോട്ട്സിലേക്ക് പോവുക, പല കാര്യങ്ങളിലും ഇംപേഷ്യൻ്റ് ആയിട്ടിരിക്കുക, അല്ലെങ്കിൽ ക്ഷമയില്ലാത്ത ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ഒരു സ്ഥലത്ത് നമുക്ക് റിലാക്സ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ ഒരു റിലാക്സ് തൽക്കാലത്തേക്ക് സമാധാനമായിട്ട് ഒന്ന് റിലാക്സ് ചെയ്തിരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവുക. ADHD ഉള്ള ഒരു വ്യക്തി ഡെഫിനറ്റ്ലി റെസ്റ്റ്ലെസ്നെസ്സും ഉണ്ടാവും. ആൻഡ് ആ റെസ്റ്റ്ലെസ്നെസ് ഫിസിക്കലായിട്ടല്ലെങ്കിലും മെൻ്റലി അല്ലെങ്കിൽ ഇൻറ്റേർണലി ആ റെസ്റ്റ്ലെസ്നെസ് ഓൾവേസ് എനിക്ക് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ എപ്പോഴും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ടാണ് ഞാൻ എൻ്റെ ചാനലിന് ദ റെസ്റ്റ്ലെസ് മല്ലു എന്നുള്ള പേര് തന്നെ ഇട്ടത്. റെസ്റ്റ്ലെസ്നെസ് ഈസ് എ സിംപ്റ്റം ഓഫ് ADHD. ഇനി ഈ റെസ്റ്റ്ലെസ്നെസ് എന്ന് പറയുന്നത് പല ഏജിൽ പല തരത്തിലാണ് അത് പുറത്തേക്ക് എക്സ്പ്രസ് ചെയ്യുക. അപ്പം ഒരു കുട്ടികളിലാണ് ഈ പറഞ്ഞ ADHD ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു റെസ്റ്റ്ലെസ്നെസ് അവർ എക്സ്പ്രസ് ചെയ്യുന്നത് മോർ ഫിസിക്കലി ആയിരിക്കും. അവരിപ്പോൾ ഒരു ക്ലാസ്സിലിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അടങ്ങിയിരിക്കാൻ പറ്റാതെ വരിക, സീറ്റിൽ നിന്ന് എണീറ്റ് പെട്ടെന്ന് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുക, എന്തെങ്കിലും ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക, ആരെങ്കിലുമൊക്കെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ കയറിയിട്ട് എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുക, എന്തിൻ്റെങ്കിലുമൊക്കെ മുകളിൽ ഇങ്ങനെ പിടിച്ചു കയറുക, എന്തെങ്കിലുമൊക്കെ നമ്മൾ പറയില്ലേ, വികൃതി കാണിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയില്ലേ.
കുട്ടികൾ കൂടുതലും അവരുടെ ഒരു റെസ്റ്റ്ലെസ്നെസ് എക്സ്പ്രസ് ചെയ്യുന്നത് അങ്ങനെയൊക്കെയാണ്. പക്ഷേ ടീനേജിലേക്ക് എത്തുമ്പോൾ കുറച്ച് ഡിഫറൻസസ് ഉണ്ട്. ടീനേജിലേക്ക് എത്തുമ്പം ഇപ്പോൾ ഒരു ക്വയറ്റ് എൻവയോൺമെൻറ്റിൽ നമുക്ക് വലിയ ഒച്ചയും ബഹളവും അല്ലെങ്കിൽ ഒരു ഡിസ്ട്രാക്ഷനും അങ്ങനെയൊന്നും ഇല്ലാത്ത എൻവയോൺമെൻറ്റിൽ ഇങ്ങനെ നമ്മൾ ഇരിക്കേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ADHD ഉള്ള ഒരാൾ ഇരിക്കേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ ട്രാപ്ഡായിട്ട് പോകുന്നൊരു സിറ്റുവേഷനുണ്ട്. ഇപ്പം ഒരു എക്സാം ഹാള് അല്ലെങ്കിൽ ഒരു നീണ്ട ലെക്ചർ 1 hour 2 hour ഒക്കെ ഉള്ള ഒരു ലെക്ചർ കേട്ടുകൊണ്ടിരിക്കുക, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണെന്നുണ്ടെങ്കിൽ കുടുങ്ങിപ്പോയ ഒരവസ്ഥ, ട്രാപ്ഡായി പോയൊരവസ്ഥ ഉണ്ടാകും. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു സോഷ്യൽ സെറ്റിങ്ങിൽ നമ്മളിരിക്കുകയാണ്. ഇപ്പം ഒരു ഫ്രണ്ട്സിൻ്റെ ഇടയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയുടെ ഇടയിലോ എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടിയൊക്കെ ആയിട്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് അവിടെ ഇരിക്കാനുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും. അവർ എണീറ്റ് പോകാനുള്ള ശ്രമം നടത്തും, അല്ലെങ്കിൽ ചുമ്മാ മാറിയിരിക്കാനോ ഒന്ന് എണീറ്റ് കുറച്ചേരം നടക്കാനോ ഒക്കെ ഉള്ള, അല്ലെങ്കിൽ അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യത്തിൽ ഡിസ്ട്രാക്റ്റഡ് ആവുന്നതിൻ്റെ ഒരു സിംറ്റംസ് ഒക്കെ കാണിച്ചു. അതുപോലെ തന്നെ ഭയങ്കര അലൈവായിട്ട് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട്, അത് സ്വയം ബോധിപ്പിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടിയോ അലൈവായിട്ട് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര റിസ്ക്കി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. ഇപ്പം ഭയങ്കര ഹൈറ്റിൻ്റെ മുകളിലിരുന്ന് ഒരു കുളത്തിലേക്ക് ചാടുക, അങ്ങനെ റിസ്ക്കി ആയിട്ടുള്ള ഒരു അലൈവായിട്ട് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് റിസ്ക്കി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു സിംറ്റമാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ഹോബികൾ. നിങ്ങൾക്കിപ്പോൾ ഒരു ഹോബി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നു, അടുത്ത ഹോബിയിലേക്ക് പോകുന്നു, അത് കഴിഞ്ഞ് അത് കംപ്ലീറ്റ് ചെയ്യുന്നു, അടുത്ത ഹോബിയിലേക്ക് പോകുന്നു. നിങ്ങളെ ഇൻട്രസ്റ്റുകൾ എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങളിപ്പോൾ ഒരു ഇൻട്രസ്റ്റ്, ഇന്നത്തെ ഒരു ഇൻട്രസ്റ്റ് നിങ്ങളുടേത് പാട്ട് പാടാനുള്ള ഇൻട്രസ്റ്റ് ആണെങ്കിൽ അടുത്ത ദിവസം അത് ചിത്രം വരയ്ക്കാനാവും, അടുത്ത ദിവസം അതുപോലെ സ്കൾപ്ചർ ബിൽഡ് ചെയ്യാനാവും, അടുത്ത ദിവസം നിങ്ങൾ എന്തെങ്കിലും ഒരു സ്പീച്ച് പ്രസൻറ്റ് ചെയ്യാനാവും. അല്ലെങ്കിൽ ഓരോ ദിവസവും നിങ്ങൾ അല്ലെങ്കിൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ ഹോബീസും ഇൻട്രസ്റ്റുകളും അതുപോലെ തന്നെ ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പുകളൊക്കെ ഇങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതൊക്കെ ഈ ഒരു റെസ്റ്റ്ലെസ്നെസ് ഇങ്ങനെ കാണിക്കുന്നതിൻ്റെ സിംറ്റംസ് കൂടുതലും ടീനേജേഴ്സിൽ കണ്ടുവരുന്ന സിംറ്റംസാണ്. ഇനി അഡൾട്ട്സിലേക്ക് വരുമ്പോഴെങ്ങനെയാണ്? അഡൾട്ട്സിലേക്ക് വരുന്ന സമയത്ത് ഒരു ഫിസിക്കൽ റെസ്റ്റ്ലെസ്നെസ് എന്നുള്ളത് പൊതുവേ കുറവായിരിക്കും. നമ്മുടെ ഒരു സോഷ്യൽ സെറ്റിങ്ങിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു സോഷ്യൽ ലൈഫിൽ നിന്നുകൊണ്ട് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ നമ്മൾ പൊട്ടിത്തെറിച്ചുകൊണ്ട് നിൽക്കുക എന്ന് പറയുന്നത് സൊസൈറ്റിയുടെ നോംസിനനുസരിച്ചിട്ട് നിൽക്കാൻ പാടില്ലാത്തതെന്നുള്ളൊരു പൊതുബോധം പൊതുവേ എല്ലാവർക്കും ഉണ്ടാകും. അതൊരു ADHD ഉള്ള ആൾക്കും ഉണ്ടാകും. അപ്പോൾ അവരുടെ ഒരു റെസ്റ്റ്ലെസ്നെസ് കൂടുതലും ഫിസിക്കലി അവർ കാണിക്കുന്നതിന് പകരം അവർക്ക് കൂടുതലും അവരുടെ സിംറ്റംസൊക്കെ ഇൻറ്റേർണലി ആയിരിക്കും, ലൈക്ക് അവരുടെ മെൻ്റലി ആയിരിക്കും അവരുടെ ആ ഒരു റെസ്റ്റ്ലെസ്നെസ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. എപ്പോഴും ഇങ്ങനെ നമ്മൾ പറയില്ല, ഒരു മുള്ളിൻ്റെ പുറത്ത് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ, മുള്ളിൻ്റെ മുകളിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന് പറയില്ലേ. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഏതൊരു കാര്യം ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുമ്പോഴും എപ്പോഴും അയാളുടെ ഒരു നിപ്പ് അതായിരിക്കും, വേഗം അത് കംപ്ലീറ്റ് ചെയ്യാല്ല എന്നുണ്ടെങ്കിൽ ഇപ്പം എന്തെങ്കിലുമൊക്കെ സംഭവിക്കും, എന്തെങ്കിലുമൊക്കെ അതിങ്ങനെ ഒരു റഷ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഒരു തിരക്ക് പിടിച്ചിലേക്ക് മുള്ളിൻ്റെ മുകളിൽ നിൽക്കുന്ന പോലെ ആയിരിക്കും ആ കാര്യങ്ങളൊക്കെ നിൽക്കുന്നത്. സമയം ഇങ്ങനെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സോ വേഗം ചെയ്യണം, ഇങ്ങനെയൊക്കെയുള്ള തോട്ട്സ് ആയിരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സാധാരണ ന്യൂറോട്ടിപ്പിക്കലായിട്ടുള്ള ആളുകൾ ചെയ്യുന്നത് ഒരു സ്ഥലത്ത് ഇരുന്ന് ഫോൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് ചെവിയിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഇയർഫോൺസ് ഉപയോഗിച്ചു നോർമലായിട്ട് ഫോൺ ചെയ്യുന്നു, ഫോൺ കോൾ കഴിഞ്ഞാൽ കട്ട് ചെയ്യുന്നു. പക്ഷേ ഒരു ADHD ഉള്ള ആളെ സംബന്ധിച്ചിടത്തോളം ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാളെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടാവും, സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വേറെ എന്തെങ്കിലുമൊക്കെ ഡിസ്ട്രാക്റ്റഡ് ആയിരിക്കും. ഞാനിപ്പോൾ ഇങ്ങനെ ഈ ഒരു റിമോട്ട് കൈ പിടിക്കുന്ന പോലെ എന്തെങ്കിലുമൊക്കെ ഓരോ കാര്യങ്ങൾ കയ്യിലുണ്ടാവും. അതല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുക, ഒരു ഭാഗത്ത് നിന്ന് എണീറ്റ് നിന്നാണ് ഫോൺ ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തിക്കൊണ്ടിരിക്കും, ലൈക്ക് റൂമിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ബാക്ക് ആൻഡ് ഫോർത്ത് നടന്നുകൊണ്ടിരിക്കുക, ഇങ്ങനെയുള്ള സിംറ്റംസൊക്കെ കാണും. അതുപോലെ തന്നെ വീക്കെൻഡ്സിലും അതുപോലെ വെക്കേഷനൊക്കെ വരുന്ന സമയത്ത് റിലാക്സ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ട് വരും. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓരോ വീക്കെൻഡും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ മൺഡേ ചെയ്യാനുള്ള കാര്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ടാകും, ഇതാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം എൻ്റെ മനസ്സിലുണ്ടാകും. അതുപോലെ തന്നെ ഫ്രൈഡേ ചെയ്ത് വെച്ച് കംപ്ലീറ്റ് ചെയ്യാത്ത ചില കാര്യങ്ങൾ, നമ്മൾ വീക്കെൻഡിലേക്ക് എത്തുന്നതിന് മുമ്പ് കംപ്ലീറ്റ് ചെയ്യാത്ത കാര്യങ്ങൾ ഏത് ടൈമിലാണ് ഞാൻ ചെയ്യേണ്ടത് എന്നുള്ളൊരു ഓർമ്മയുണ്ടാകും. അതുപോലെ തന്നെ ചിലപ്പോഴൊക്കെ അല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് ദ ടൈം ഈ ഒരു വെക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു വീക്കെൻഡ് ആക്ച്വലി ഞാൻ ഡിസർവ് ചെയ്യുന്നുണ്ടോ? കാര്യം ഞാൻ ചെയ്ത് തീർക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ എന്തൊക്കെയോ കുറേ പുറകിലുണ്ട്, എന്താണെന്നറിയില്ല, പക്ഷേ എന്തൊക്കെയോ കുറേ പുറകിൽ ബാക്കി കിടപ്പുണ്ട്. അത് ചെയ്യാതെ ഞാൻ എങ്ങനെയാണ് വെക്കേഷന് പോകുന്നത് അല്ലെങ്കിൽ വീക്കെൻഡിൽ എൻജോയ് ചെയ്യുന്നത്? എൻജോയ് ചെയ്യാൻ പറ്റാതെ ഇങ്ങനെ ആ തോട്ട്സൊക്കെ ഇങ്ങനെ ഇട്ട് പെരുപ്പിച്ചുകൊണ്ടിരിക്കും. അഡൾട്ട്സിൽ കാണിക്കുന്ന മറ്റൊരു സിംറ്റമാണ് മൈൻഡ് ഈസ് ഓൾവേസ് ഓൺ, എപ്പോഴും ഇങ്ങനെ ഓണായിട്ടിരിക്കും. നമ്മളിങ്ങനെ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചാടും. ഇപ്പോൾ ഒരു കാര്യം ചെയ്യണമെന്ന് തോന്നും, പിന്നെ അടുത്തതിലേക്ക് പോകും, പിന്നെ അത് കഴിഞ്ഞ് അടുത്തതിലേക്ക് പോകും, ഒന്നും പ്രോപ്പറായിട്ട് കംപ്ലീറ്റ് ചെയ്യില്ല. അപ്പം ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതേ സിംറ്റംസൊക്കെ പൊതുവെ സാധാരണക്കാരായിട്ടുള്ള ന്യൂറോട്ടിപ്പിക്കലായിട്ടുള്ള ആളുകൾക്കും എനിക്കും തോന്നാറുണ്ട്, മറ്റുള്ളവരൊക്കെ തോന്നാറുണ്ട്
ഇങ്ങനെയുള്ള സിംറ്റംസ് ഒക്കെ. ഇതൊക്കെ പുതിയതായിട്ട് എന്തെങ്കിലും ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, പലപ്പോഴും പലർക്കും തോന്നാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഈ ADHD ഉള്ള ആളെ സംബന്ധിച്ചിടത്തോളം ഇത് ഡെയിലി ലൈഫാണ്. ഇതൊരു ഡെയിലി ലൈഫിലുള്ള അവരുടെ സിറ്റുവേഷനാണ്. ഒരു തരത്തിലും ഇങ്ങനെയുള്ള ഒരു തോട്ടിൽ നിന്നോ അല്ലെങ്കിൽ ഒരു റെസ്റ്ലെസ്നെസ്സിൽ നിന്നോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊരു മോചനമില്ല. ഓൾവേസ് ഇങ്ങനെ പേസ് ചെയ്തുകൊണ്ടിരിക്കുക, ഓടിക്കൊണ്ടിരിക്കുന്ന, ചാടിക്കൊണ്ടിരിക്കുന്ന, കോൺസ്റ്റൻ്റ്ലി ഒരു മോട്ടർ ഘടിപ്പിച്ച പോലെ കണ്ടിന്യൂസ് ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മെഷീനാണ് താൻ എന്നുള്ളൊരു തോട്ടിലാണ് എപ്പോഴും ഒരു ADHD ഉണ്ടായിരിക്കുക. ആ ടൈപ്പ് ഓഫ് ഒരു റെസ്റ്ലെസ്നെസ് ആണ് ADHD ഉള്ളിലുണ്ടായിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതെവിടേക്കാണ് ഇമ്പാക്റ്റ് ചെയ്യുന്നത്? ഓഫ് കോഴ്സ് നമ്മുടെ സ്കൂൾ, വർക്ക് പ്ലേസ്, സ്കൂള്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഡെഫിനറ്റ്ലി ഇമ്പാക്റ്റ് ചെയ്യും. ഒരു മീറ്റിങ്ങിലോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തൊക്കെ സീറ്റഡ് ആയിട്ടിരിക്കുക കുറച്ച് നേരം എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ്. ഒബ്വിയസ്ലി ഓഫീസിലാണെങ്കിലും സ്കൂളിലൊക്കെ ആണെങ്കിലും ഒക്കെ നമ്മൾ പ്രോപ്പറായിട്ട് ഒരു സ്ഥലത്ത് ഒരുപാട് നേരം ഇരിക്കേണ്ട സാഹചര്യങ്ങളുണ്ടാകും. അവിടെ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതെ വരും. അതുപോലെ തന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ ഇൻകംപ്ലീറ്റ് ആയിട്ട് അവിടെ ഇട്ടിട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ. നമ്മൾ എണീറ്റ് പോയിട്ട് ഉടനെ ആ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ബോറടിക്കും, അല്ലെങ്കിൽ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാനുള്ള നമ്മുടെ മോട്ടിവേഷൻ ഇല്ല. അതാവും അടുത്ത കാര്യത്തിലേക്കായിരിക്കും ശ്രദ്ധ വരുന്നത്. ആ ശ്രദ്ധിക്കുന്ന കാര്യത്തിലേക്ക് ചാടി ചെയ്യേണ്ട കാര്യങ്ങൾ മറക്കുക എന്ന് പറയില്ല, ഓർമ്മയുണ്ടാകും, ചെയ്യണമെന്നുണ്ടാകും, പക്ഷേ ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ അല്ലെങ്കിൽ സിറ്റുവേഷനിലായിരിക്കും. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ജോബ് ചേഞ്ച്. അല്ലെങ്കിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സബ്ജക്റ്റ് സ്വിച്ച് ചെയ്യുക. ഒരു ജോബിൽ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഡെഫിനറ്റ്ലി ബോറടിക്കും. ആൻഡ് അടുത്ത ജോബിലേക്ക് ജമ്പ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇപ്പോൾ നിങ്ങളൊരു ADHD ഉള്ളൊരു വർക്കിംഗ് പ്രൊഫഷണൽ, ഇപ്പം ഞാൻ അങ്ങനെ ഒരു വർക്കിംഗ് പ്രൊഫഷണലാണ്. എൻ്റെ അടുത്ത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ 10 വർഷത്തിൻ്റെ ഇടയിൽ ഞാൻ 5 കമ്പനികൾ 6 കമ്പനികൾ സ്വിച്ച് ചെയ്തിട്ടുണ്ട്. ആൻഡ് അങ്ങനെ സ്വിച്ച് ചെയ്യാൻ നമുക്ക് തോന്നും, ലൈക്ക് ബോറടിക്കും പെട്ടെന്ന് സിറ്റുവേഷൻ. ആൻഡ് നൗ ഐ നോ വൈ ഐ സ്വിച്ച്ഡ്. എനിക്ക് നേരത്തെ ഈ കാര്യങ്ങളിൽ ഐ വാസ് ഫീലിംഗ് ഗിൽറ്റി. ഞാൻ എന്തിനാണ് ഇത്രയും കമ്പനികളൊക്കെ സ്വിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. നൗ ഐ നോ. ഇപ്പം എനിക്കറിയാം എന്തുകൊണ്ടാണ് ഞാൻ സ്വിച്ച് ചെയ്തത്. പിന്നെ ഈ ഒരു റെസ്റ്ലെസ്നെസ് ബാധിക്കുന്ന ഒരു ഏരിയയാണ് റിലേഷൻഷിപ്പ്. ഇങ്ങനെ റെസ്റ്ലെസ് ആയിട്ടിരിക്കുന്നതുകൊണ്ട്, ഇംപേഷ്യൻ്റ് റൂഡൊക്കെ ആയിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഡെഫിനറ്റ്ലി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡെയിലി ലൈഫിനെയോ അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി റിലേഷൻഷിപ്സിനെയൊക്കെ വൃത്തിയായിട്ട് ബാധിക്കും. നമുക്കെപ്പോഴും ഒരു കോൺവെർസേഷനിൽ നിൽക്കുന്ന സമയത്ത് പ്രസൻ്റായിട്ട് ഇങ്ങനെ ലൈവായിട്ടിരിക്കുക, ആ കോൺവെർസേഷനിൽ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്ന കാര്യം ഡിഫിക്കൽട്ടായിരിക്കും. ശ്രദ്ധിക്കുന്നുണ്ടാകും, പക്ഷേ ശ്രദ്ധ അവിടെ മാത്രമായിരിക്കില്ല. വേറെ എന്തെങ്കിലും കാര്യത്തിലും കൂടെ ശ്രദ്ധയുണ്ടാകും. വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ കാണുന്നതോ കേൾക്കുന്നതോ ആയിട്ടുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ ഉണ്ടാകും. അറ്റ് ദ സെയിം ടൈം നമ്മുടെ ഉള്ളിലുള്ള പഴയ ഏതെങ്കിലും കാര്യങ്ങളും നമ്മൾ അതേ സമയത്ത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. ചുറ്റുമുള്ള ആളുകൾ നോക്കുന്ന സമയത്ത് അവർ ശ്രദ്ധക്കുറവാണ് എന്ന് പറയും. പക്ഷേ ശ്രദ്ധയുടെ കുറവല്ല, ശ്രദ്ധ പ്രോപ്പറായിട്ട് റെഗുലേറ്റ് ചെയ്ത് ഒരു സ്ഥലത്ത് ഫോക്കസ് ചെയ്ത് നിർത്താൻ ഉള്ള ഒരു ബുദ്ധിമുട്ടാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ ലോങ് ടേം കമ്മിറ്റ്മെൻറ്റ്സ് കീപ്പ് ചെയ്തുകൊണ്ട് പോവുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടുള്ള കാര്യങ്ങളാണ്. ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെയും അതുപോലെ തന്നെ ഫിസിക്കൽ ഹെൽത്തിനെയും ബാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഓൾവേസ് ടയേർഡായിട്ട് ഫീൽ ചെയ്യുന്നൊരു സിറ്റുവേഷൻ വരും. അതുപോലെ തന്നെ നമ്മൾ എക്സോസ്റ്റഡ് ആയിട്ടും ആങ്സൈറ്റി ഉള്ള ആളുകളൊക്കെ ആയിട്ട് മാറുന്ന ഒരുപാട് സിറ്റുവേഷൻസ് വരും. റെസ്റ്ലെസ്നെസ് എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും ഫേസ് ചെയ്തിട്ടുള്ള ഒരു സിംറ്റമാണ്. ലൈക്ക് ഇഫ് യു ആസ്ക് മീ, ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയുള്ള റിസർച്ച് നടക്കുന്ന സമയത്ത് ഐ വാസ് ഓൾവേസ് തിങ്കിങ്, ഞാനിങ്ങനെ എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുക, ദിസ് ഈസ് മീ, ഇത് ഞാനാണ്, ഇത് ഞാൻ തന്നെയാണ് എന്നുള്ളത് എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുക. ആൻഡ് ഡെഫിനറ്റ്ലി ഇതിനുള്ള കോപ്പിംഗ് സ്ട്രാറ്റജീസ് ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ADHD ഡയഗ്നോസ് ചെയ്യുക. ADHD കാരണമാണ് നമ്മളിങ്ങനെ റെസ്റ്ലെസ് ആയിട്ടിരിക്കുന്നത് എന്നുള്ളൊരു തിരിച്ചറിവുണ്ടാവുക. അതുവഴി നമ്മളെ തന്നെ ഇങ്ങനെ കേഴ്സ് ചെയ്യാതിരിക്കുക. ഇങ്ങനെ അടുത്ത് ചെയ്യാനുണ്ട്, യു ക്യാൻ റെസ്റ്റ്, കുഴപ്പമില്ല, റെസ്റ്റ് എടുക്കാം, അതിന് പ്രശ്നമൊന്നുമില്ല, റെസ്റ്റ് എടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ശരിക്കും നിങ്ങളുടെ ബോഡി ആൻഡ് മൈൻഡ് ആക്ച്വലി നീഡ്സ് റെസ്റ്റ് എന്നുള്ള തിരിച്ചറിവ് ഫസ്റ്റ് ഉണ്ടാകുമ്പോൾ തന്നെ നമ്മുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യും. പിന്നീട് നമുക്ക് വേണമെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ചില ചേഞ്ചസ് വരുത്താം. കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പിയൊക്കെ നമുക്ക് അറ്റൻഡ് ചെയ്യാം. നമ്മൾ ഏതെങ്കിലും സൈക്കോളജിസ്റ്റായിട്ടൊക്കെ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബിഹേവിയറൽ തെറാപ്പീസൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഇതിനുള്ള കോപ്പിംഗ് മെക്കാനിസംസ് ആണ്. ADHD കുറിച്ചിട്ടുള്ള ഈ ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. മുമ്പുള്ള എപ്പിസോഡിലെ വീഡിയോസൊക്കെ കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങൾക്കും ഇതുപോലെയുള്ള സിംറ്റംസോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഡിഫിക്കൽട്ടീസോ ഒക്കെ നിങ്ങൾക്കും ഫേസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു അനുഭവങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇത്രയും എപ്പിസോഡുകളിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് ADHDയുടെ നെഗറ്റീവായിട്ടുള്ള എഫക്ട്സാണ്, എങ്ങനെ അത് നമ്മളെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നു എന്നുള്ളതാണ്. ADHD എപ്പോഴും ഒരു നെഗറ്റീവായിട്ടുള്ളൊരു കാര്യമല്ല, പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും ADHDയുടെ പാർട്ടായിട്ട് വരുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ വരും വീഡിയോസിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. സോ ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.